ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഖാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു റിബൺ പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള റിബൺ പക്കോടയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നമുക്ക് 4 മണിക്ക് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി കൊടുക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്കിന്ന് ഇൻസ്റ്റൻറ്റ് പക്കവട എങ്ങനെയാണ് തയ്യാറാക്കുക എന്നൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടി പത്തിരി, നൂൽപ്പിട്ട്, ഇടിയപ്പം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഒരു കഷ്ണം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം ആവശ്യാനുസരണം കുറച്ചായിട്ട് മാത്രം ഒഴിച്ച് നോക്കിയിട്ട് ഒരു നൂൽപ്പിട്ടിനൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ പരുവത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് അമർത്തി കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും വെള്ളം ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പക്കാവട തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സേവാനാഴിയിലേക്ക് ഈ മാവ് നിറച്ച് കൊടുക്കുകയാണ്. ഇതുപോലുള്ള ചില്ലാണ് കേട്ടോ ഞാനിന്ന് എടുത്തേക്കണത്. ഞാനിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ പക്കാവട പിഴിഞ്ഞു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഷേപ്പിലൊന്നും കാര്യമില്ല കേട്ടോ, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. പക്കാവട നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് കോരിയിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ പക്കാവട തയ്യാറാക്കിയെടുക്കാം. പക്കാവട മുഴുവനായിട്ട് തയ്യാറാക്കിയ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇത് സൂക്ഷിച്ചു വയ്ക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള റിബൺ പക്കോട ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. പക്കോട നമുക്ക് പലതരത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിൽ ഒരു രീതിയാണിത്. ഇനി നമുക്ക് പച്ചരി വെച്ചിട്ട് വറുത്ത അരിപ്പൊടി അല്ലാതെ നമുക്ക് പക്കോട തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു പക്കോടയുടെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദാൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.